സിനിമാ ജീവിതത്തിൽ സജീവമായിരുന്നപ്പോൾ എഴുതിയ തിരക്കഥകളിലും കഥകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും എന്നും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ ശ്രീനിവാസൻ. കേരളത്തിലെ ആധുനിക സിനിമാ ചരിത്രം എഴുതുമ്പോൾ ശ്രീനിവാസന് വളരെ പ്രധാനമായ ഒരു സ്ഥാനം അവിടെ നമ്മളെല്ലാവരും കൽപ്പിച്ചു കൊടുത്തേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അത്രയ്ക്ക് അദ്വിതീയമാണ്. അഭിനയ ജീവിതം കഴിഞ്ഞ് വിശ്രമ ജീവിതം എടുക്കുന്ന സമയത്തും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രീ ശ്രീനിവാസന് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. ആധുനിക ചികിത്സാ രീതിയെ പറ്റിയുള്ള വിമർശനവും പ്രകൃതി ചികിത്സയും പ്രകൃതി കൃഷിയും ഭക്ഷണത്തിലെ വിഷങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചപ്പോൾ ആ മരണവും ഒരു വിവാദമായി എന്നുള്ളതാണ് വളരെ കൗതുകകരമായിട്ടുള്ള വസ്തുത. അദ്ദേഹത്തിൻ്റെ മരണവുമായി 2 വിവാദങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, അദ്ദേഹത്തെ ഒരിക്കലും നല്ല ബുക്കിൽ കണ്ടിട്ടില്ലാത്ത ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മൃതദേഹം സന്ദർശിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ശ്രീ ധ്യാൻ ശ്രീനിവാസൻ എണീറ്റ് വന്നിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു സൈബർ ആക്രമണത്തിൻ്റെ തുടക്കം. നമ്മൾ ഇത്രയും വ്യസനിച്ചിരിക്കുന്ന ഒരു സമയത്ത് മുഖ്യമന്ത്രി എണീറ്റ് ആദരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ശ്രീനിവാസന്റെ സിനിമകളുടെയും അഭിവാജ്യ ഘടകമായിരുന്ന ശ്രീ ജയറാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയറാമിൻ്റെ ഭാര്യ ശ്രീ പാർവതി ജയറാമിൻ്റെയും അസാന്നിധ്യമായിരുന്നു. മറ്റ് പല പ്രമുഖ നടന്മാരും എത്താനും അനുശോചനം അറിയിക്കാനും ഉള്ള സന്മനസ് കാണിച്ചപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമ ചെയ്ത ശ്രീനിവാസന് ഒരു അനുശോചനം രേഖപ്പെടുത്താനുള്ള സമയം പോലും ശ്രീ ജയറാമിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം വളർന്ന് വലുതാവുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനും അഭിനയ രംഗത്താണ്, ശ്രീ കാളിദാസ് ജയറാം, മാളവിക ജയറാം. എനിക്ക് തോന്നുന്നത് ഇത് വളരെ വിവാദമായപ്പോൾ ശ്രീ ജയറാം പൊതുവേദികളെ ഒഴിവാക്കാനുള്ള ഒരു കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിലെങ്ങനെയോ അദ്ദേഹത്തിന് 2 ഭ്രാന്തുണ്ട്. ഒന്ന് ആനഭ്രാന്തും ഒന്ന് ചെണ്ടഭ്രാന്തും. അഭിനയം കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള 2 പ്രധാനപ്പെട്ട ഭ്രാന്തുകൾ ഇത് രണ്ടുമാണ്. കോമഡിയിലൂടെയും പാരഡികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും സിനിമകളിലൂടെയും ജനങ്ങളെ മനസ്സ് കീഴടക്കിയ ജയറാം അദ്ദേഹത്തിന് ഒരു സാധാരണ മനുഷ്യന് നേടാവുന്നതിൽക്കാലുമൊക്കെ ഒരുപാട് ഉയരത്തിലെത്താൻ സാധിച്ചു. എങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കരിയറിൻ്റെ 3ാമത്തെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളത് നമുക്കും വ്യസനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചെന്നൈയിലെ ഡയമണ്ട് മണിയുടെ അല്ലെങ്കിൽ ബാലമുരുകൻ്റെ സാന്നിധ്യവും ചെന്നൈയിലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻ്റെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഇടപെടലും ചെന്നൈയിൽ തന്നെയുള്ള ശ്രീ ജയറാമിനെ അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിൽ അതിൽ നമ്മൾ അതിശയിക്കാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊതുവേദികളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രീ ജയറാം എടുത്ത തീരുമാനം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് ഒരു അനുശോചനം അറിയിക്കാമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും മരണവും വിവാദമാക്കുന്ന ശ്രീ ശ്രീനിവാസന്റെ ആ ഒരു കള്ളലക്ഷണം നമ്മളെ ഏവരെയും മരിക്കുന്നതുവരെയും പിന്തുടരും. നന്ദി, നമസ്കാരം.